വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവദനത്തെ അറിയിക്കുന്ന നമ്മളിതിൽ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ കർത്താവിൻ്റെ കൃപ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എണീപ്പാൻ സാധിച്ച വഴി രാത്രി തന്നെ ഈ ലോകം വിട്ടുപോയൊരു എത്രയോ പേര് കാണും, കിടക്കമേലായിരിക്കുന്നവർ എത്രയോ പേര് കാണും. എല്ലാ ഭയത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും എല്ലാ മാനസിക പ്രയാസങ്ങളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നെല്ലാം കർത്താവപ്പച്ചന് നമ്മളെ വിടുവിക്കാനായിട്ട് സാധിക്കും. രോഗങ്ങളാൽ വലയുന്നവർ ഉണ്ട്, എന്നെ കേൾക്കുന്നവർ, അവരെയൊക്കെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്ന് സൗഖ്യവും മറ്റ് പ്രയാസങ്ങളിൽ നിന്ന് വിടുതലും എല്ലാം ലഭിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ മാർവിടം ഉണ്ട്. ആ മാർവിടത്തിൽ ചാരി നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകാം. കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. വൈദ്യന്മാർ അസാധ്യമെന്ന് പറയുന്ന രോഗം ദൈവത്താൽ സാധ്യമാകും. അതായത് വൈദ്യന്മാർ പറയും ഇനി ഇത് ജീവിക്കത്തില്ലെന്ന് പറയുന്നവർ ദൈവം പ്രവർത്തിച്ച് അവർക്ക് സൗഖ്യം കൊടുത്ത് അവർ പിന്നെ പുതുജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ എത്രയോ പേരുണ്ട്. പാദരോഗങ്ങളെ വലയുന്നവർ, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ, ലിവറിന് പ്രോബ്ലം ഉള്ളവർ, ലങ്സിന് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ ദൂരം പ്രയാസപ്പെടുന്നവർ ഉണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകൻ ദൈവമാണ്. ഈ ദൈവത്തെ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യാം. യാത്രയിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും, വഴികളെ വിശാലമാക്കി തരും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ വിവിധ കോഴ്സുകൾക്ക് പഠിക്കാനായിട്ട് ചേരാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് പോവുക. ദൈവം തമ്പുരാന് നിങ്ങൾക്ക് നല്ല അഡ്മിഷനൊക്കെ തരും. നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി സ്ഥലവും കുടുംബജീവിതവും കുഞ്ഞുങ്ങളെല്ലാം തരുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഓരോ ചുവടുകളും വെക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കണം. കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രായമായ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലുള്ളവരെ, ക്ഷീണാവസ്ഥയിലുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരുണ്ട്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരുടെയും കൂടി ഇരുന്ന് എല്ലാവരെയും വഴി നടത്തട്ടെ. ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 തിമോത്തിയോസ് 4 ആദ്യത്തെ ഭാഗത്ത് ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. ഞാൻ ദൈവത്തെയും, അതായത് ഓരോരുത്തർ ന്യായവിസ്താരം നടത്തുവാൻ സാധിക്കുന്ന ആളാരാണ്? യേശുവിനാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാൻ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയത്തിലും എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. 10 കന്യകമാർ 5 കന്യകമാരെ പോലെ വിളക്കിലെടുത്ത് ഒരുങ്ങിയിരിക്കണം. കർത്താവ് എപ്പം വരും എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ എപ്പോഴും ഒരുങ്ങിയും ഉണർന്നും വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അതുപോലെ തന്നെ സകല ദീർഘക്ഷമതയോടും ഉപദേശത്തോടും കൂടെ പ്രബോധനങ്ങൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകോപദേശത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ഇതിങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഴിയെങ്കിൽ മറ്റുള്ളവരോട് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയണം, കർത്താവിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ പോകണം, കർത്താവിന് വേണ്ടി പാടി സ്തുതിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴുക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കണ്ടോ, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് ആ ഭാഗം, അതായത് 4:7, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടെ. ഇതെല്ലാം അപ്പോസ്തലനായ പൗലോസിൻ്റെ ആണ്. ഈ തിമോത്തിയോസ്, തീത്തോസ്, ഇത് ലേഖനങ്ങളെല്ലാം എഴുതിയത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനായ ശൗലിനെ പൗലോസാക്കിയത് ആരാ? ദൈവമാണ്.
അപ്പം നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തി എടുത്തതാരാണ്? നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് അവസാനത്തെ കൊണ്ട് ഇതിനകത്തുനിന്ന് ഓരോ ഭേദഭാവത്തിനകത്തുനിന്നും നമുക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളുണ്ടാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കരുന്ന് എനിക്കായി വെച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ആത്മാവ് ബലപ്പെട്ടതാണ്. ഈ ആത്മാവിനെ മതി ദൈവത്തിന്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ നീതിയോടെ ഒക്കെ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. നമ്മൾ ഓടുക എന്തിനു വേണ്ടിയിട്ട്? ആത്മീയമായി ഓടുക. ആത്മീയമായ എന്താ നമുക്ക് ഓരോ ദിവസം ചെയ്യാവുന്ന ഓരോരുത്തരിലും ഓരോ കഴിവാണ്. ചിലർക്ക് പാടാനായിരിക്കും, പ്രസംഗിക്കാനായിരിക്കും, അങ്ങനെ ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ് അത് ദൈവം കൊടുക്കുന്ന കഴിവുകളാണ്. എന്നാലും ഇന്നും നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നും കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നും കർത്താവിൻ്റെ വചനം വായിക്കണം, കർത്താവ് പാടി ആരാധിക്കണം. മറ്റുള്ളവരുടെ ഒരു വിഷയം കേട്ടാൽ അത് നമ്മുടേതായിട്ടെടുത്ത് പ്രാർത്ഥിക്കണം. അതൊക്കെ അതെല്ലാം ഒരു സുവിശേഷ വേലയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കുക, വാക്ക് പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആശ്വാസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം നമ്മുടെ ആ ജീവിതത്തിൽ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല, കർത്താവിനറിയാം. അത് ഓട്ടം ഓടിയിടാം, നമുക്ക് ഓട്ടം ഓടിയിടാം, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കി ഓടിയിടാം. ഓട്ടം ഓടിയിടാം, നമുക്ക് ഓട്ടം ഓടിയിടാം, പൂർത്തിയെത്തും യേശുവിനെ നോക്കി ഓടിയിടാം. കണ്ടോ, ഇതെൻ്റെ എല്ലാ നായകനും നടത്തിപ്പുകാരനായ യേശുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ യാത്രയിൽ ആര് കൂടിയിരിക്കും? ദൈവം കൂടിയിരിക്കും. വിശ്വാസം കാക്കണം, നല്ല പോർപ്പെടുത്തണം, ഓട്ടം തികയ്ക്കണം. കിരീടങ്ങളുണ്ട്. 5 കിരീടം ഉണ്ട്, 5 കിരീടം ഉണ്ട്. പ്രശംസ കിരീടം, നീതി കിരീടം, ദൈവകിരീടം, അങ്ങനെ കിരീടങ്ങളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വചനം വായിക്കുമ്പം നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമല്ലോ മാതാപിതാക്കൾ. കർത്താവിൻ്റെ അതായത് യേശുവിൻ്റെ അപ്പൻ്റെ പേര്, അമ്മയുടെ പേര്, വാക്യങ്ങൾ, അതുപോലെ ശിഷ്യന്മാരുടെ പേര്, കിരീടങ്ങൾ, ഇതെല്ലാം കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അവർ ഏത് ഏജ് ആയാലും മറന്നു പോകത്തില്ല. പുസ്തകക്രമങ്ങൾ ഇതൊക്കെ മാതാപിതാക്കൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ മുതലായിരിക്കും പഠിപ്പിക്കാവുന്നതാണ്. അവരത് പഠിക്കും. കുഞ്ഞിലെയൊക്കെ ആകുമ്പോഴത്തേനും അവർ പഠിക്കും. ആ പഠന കാര്യങ്ങളിലും ഇതെല്ലാം ആത്മീയ കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം സൺഡേ സ്കൂൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വളർത്തിയെടുത്താൽ അത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾ താനെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി പോവുകയും ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ദൈവത്തെ നോക്കി യാത്ര ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ആത്മീയതയിലും ഭൗതികതയിലും കുഞ്ഞുങ്ങൾ മുന്നേറി ജീവിക്കണം. കഴിയുമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കർത്താവിൻ്റെ വേലയും ചെയ്യുക, നല്ല ജോലി ചെയ്യുക. ഇതൊക്കെ നല്ല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ ഓരോ ജീവനും ഭക്തിക്കും വേണ്ടുന്ന നന്മകളാലും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്ത്തുന്നു. കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധി താഴ്ത്തുന്നു. ഗോഡ് ബ്ലെസ് യു.